വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ശ്രദ്ധിക്കുകയാണ്. വിഷ്ണുട്ടൻ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈയിടെയായിട്ട് ആലോചന കുറച്ച് കൂടുതലാണെന്ന് പറയുമ്പോൾ എങ്കിൽ ആലോചന കുറച്ചേക്കാം, താൻ ഒരു സ്പൂൺ അവിലിങ്ങ് തന്നേ താടോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി സ്പൂണിലെടുത്ത് വിഷ്ണുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, കൊള്ളാം, താനും ഒരു സ്പൂൺ കഴിച്ചോ എന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഞാൻ തരണമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് വിഷ്ണു ആണെങ്കിൽ ഒരു സ്പൂൺ കോരി ശാലിനിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഈ ഇടയായിട്ട് ആഗ്രഹങ്ങളൊക്കെ കൂടുതലാണ് എന്നിങ്ങനെ പറയുമ്പോൾ നടക്കട്ടടോ, എല്ലാം സാധിച്ചില്ലെങ്കിലും നടക്കാൻ പറ്റുന്നതൊക്കെ നടക്കട്ടടോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വണ്ടി ഓടിക്കുകയാണ്. പക്ഷെ അന്നേരം വിഷ്ണുവിൻ്റെ മുഖം അങ്ങോട്ട് സങ്കടത്തിലേക്ക് പോവുകയാണ്. ഇതേസമയം മഹേന്ദ്രൻ്റെ വീട്ടിലെ ചന്ദ്രയാണെങ്കിൽ മഹേന്ദ്രൻ ഗുളികയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അച്ഛന് ഈടെയായിട്ട് ഗുളികയൊന്നും ടാബ്ലറ്റ് ഒന്നും കഴിക്കാറില്ല, മെഡിസിൻ ഒന്നും എടുക്കാറില്ല എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ ജീവിതമൊക്കെ കുറേ ഞാൻ ജീവിച്ച് തീർത്തതാണ്, ഇനി ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അമ്മയുടെയും മക്കളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതെന്ന് പറയുന്നുണ്ട്. അന്നേരം ചന്ദ്ര അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പോകുന്നതെന്ന് പറയുമ്പോൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഉടയ തമ്പുരാൻ വിളിക്കുമ്പോഴും അങ്ങോട്ടത്തേക്ക് പോയേ മതിയാവും, പിന്നെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, മഹാദുരന്തങ്ങളിങ്ങനെ എവിടെ തട്ടിയാലും വന്നുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് തന്നെ അവിടെ മുറ്റത്ത് യോഹന്നാനും ആൻ്റണിയും കൂടി കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് യോഹന്നാൻ മുറ്റത്ത് നിന്ന് മഹേന്ദ്ര മഹേന്ദ്ര എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം ദേ വന്നു എൻ്റെ ജീവിതത്തിൽ എന്നും പുറകെ നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തം യോഹന്നാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് മാറിയേക്ക് ചന്ദ്രയെന്നും പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം നിർമ്മലയും ചന്ദ്രയും ഒക്കെ ഇങ്ങനെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ എൻ്റെ ഒരു വരവ് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ വന്ന കാര്യം പറയുന്നിങ്ങനെ യോഹന്നാൻ പറയുന്നുണ്ട്. അതിനു മുമ്പേ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നാൽ വീട്ടിലകത്ത് കയറ്റിയിട്ട് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വന്ന് കയറിയവൻ്റെ മഹത്വം പോലിരിക്കും, നിനക്കതില്ല, നിന്നോട് ഈ ഗേറ്റ് കിടന്നകത്തേക്ക് കയറില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, മലയാള ഭാഷയിൽ പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, നിൻ്റെ വന്ന ആ ഒരു പടപ്പുറപ്പാട് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഊക്കലവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സംസാരിക്കുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുമ്പോൾ തിരിച്ചതിന് ചുട്ട മറുപടിയായിട്ട് മഹേന്ദ്രൻ കൊടുക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുകയാണ്, വന്ന കാര്യം ഞാൻ പറയാം, എൻ്റെ മകളുടെ മനസ്സമ്മതം ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു, ഇനി നിൻ്റെ മകനോട് ശിവനോട് എൻ്റെ മകളുടെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നടന്നാൽ ഇനി പ്രയോജനമൊന്നുമില്ല, ഡേവിസിനെ അറിയാമല്ലോ, അത് ആൻ്റണിയേക്കാൾ കേമനാണ് അവൻ, തീരുമാനിച്ചാൽ അത് അവൻ നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഈ ചന്ദ്ര പറയുന്നുണ്ട്, ഏട്ടനല്ല ഡേയ്സിയുടെ പിന്നാലെ നടക്കുന്ന, ഡേയ്സിയാണ് ഏട്ടൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പറയുമ്പോൾ യോഹന്നാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹേന്ദ്രൻ പറയണം, മുതിർന്നവർ സംസാരിക്കുമ്പോൾ നിനക്കെന്താടി കാര്യം, കയറിപ്പോകത്തെന്ന് പറയുകയാണ്. അന്നേരം അല്ല അച്ഛ എന്ന് പറയുമ്പോൾ കയറിപ്പോകുമെന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രയങ്ങകത്തെ കയറി പോകുന്നുണ്ട്. നിർമ്മല അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് മഹേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ മനസ്സമ്മതമൊക്കെ നടത്താനായിട്ട് നിൻ്റെ സമ്മതത്തോടു കൂടിയുള്ള മനസ്സമ്മതമല്ലേ, പക്ഷേ അത് നിൻ്റെ മകൾക്ക് അവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ മനസ്സമ്മതം നടക്കാനായിട്ട് പോകുന്നില്ല, അവൾ ഇവിടെ ജീവിക്കും, അവൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ അവൾ ഇവിടുത്തെ മരുമകളായിട്ട് ജീവിക്കും എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുകയാണ്. അന്നേരം നിർമ്മലയെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതൊക്കെ. അന്നേരം യോഹന്നാൻ നിർമ്മലയോട് പറയുകയാണോ, അപ്പോൾ നല്ലൊരു വീട്ടിലെ പെങ്കൊച്ചിനെ കണ്ടപ്പോൾ മരുമകളായിട്ട് നിലവിളക്കം കൊടുത്ത് സ്വീകരിക്കാനിരിക്കുകയാണല്ലേ താൻ തോന്നിയുടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുകയാണ്, നീ പണ്ട് എൻ്റെ മുമ്പിൽ കയ്യാളും മനസാക്ഷി സൂക്ഷിപ്പുകാരനും സതീർത്ഥനും ഒക്കെ ആയി നിന്നപ്പോഴുള്ള കാലം തൊട്ട് എനിക്കറിയാം, നീ എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യും, നീ ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് മറുപടിയൊക്കെ ആയിട്ട് ഞാനും കൂടെ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ഈ യോഹനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശമില്ല, ശിവന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് കുറേയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രനും പറയുന്നുണ്ട്, നീ ഒന്ന് പൊടിക്ക് അടങ്ങ്, നിൻ്റെ പ്രായം നിന്നെ വല്ലാതെ അങ്ങോട്ട് ബാധിച്ചിരിക്കുകയാണ്, നീ ഇതൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് അല്ല മലയാറ്റൂരോ പിന്നെ വേളാങ്കണ്ണിക്കോ എവിടെയെങ്കിലും ഒക്കെ പോകും, ഞാനും പോവാം, പളനിയിലോ കാശിയിലോ രാമേശ്വരത്തോ എവിടെ വേണമെങ്കിലും പോവാം, പിള്ളേരങ്ങോട്ട് ജീവിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിൻ്റെ ഉള്ളിലെ മോഹം ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാനിത് നടത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് നീ നിന്നാലാവുന്നത് ചെയ്ത് കാണിക്കുക, അതിനെതിരായിട്ട് ഞാനും കാണും എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് കാണാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആൻ്റണി എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയും വിളിച്ചുകൊണ്ട്, ആൻ്റണിയൊന്നും മിണ്ടുന്നില്ല, അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, ആൻ്റണിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ഈ പോക്കൊക്കെ കണ്ടിട്ട് മഹേന്ദ്രൻ നിർമ്മലയോട് പറയുകയാണ്, മക്കൾക്ക് വേണ്ടിയാണ് പിന്നെ അച്ഛനമ്മമാർ ജീവിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടിയാണ് അച്ഛൻ ജയിലിൽ പോകുന്നത് എന്നിങ്ങനെ കേൾക്കേണ്ടി വരും, ഇവൻ്റെ രീതിയൊക്കെ ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നുണ്ട്. നിർമ്മലയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്.
അതേസമയം രാത്രിയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ പപ്പിക്കും സത്യയ്ക്കും ഒക്കെ സത്യഭാമ ഭക്ഷണം വിളമ്പുന്നുണ്ട്. പൊന്നി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അന്നേരം എന്താ കഴിക്കാത്തത്, കഴിക്കുന്നില്ലേ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. ഞങ്ങളിവിടെ പട്ടിണി കിടന്നാൽ ആർക്കും ഒരു സങ്കടം ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നേരെ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താ ഭക്ഷണം വേണ്ടാത്തത്, ശരിയാ പട്ടിണി കിടന്നാൽ ഞങ്ങൾക്ക് എന്തിനാ സങ്കടം, നിങ്ങൾക്കല്ലേ സങ്കടം ഉണ്ടാവേണ്ടത്, ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ കാരണം എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് വിഷ്ണു അച്ഛൻ ഞങ്ങളെ വൈകുന്നേരം ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്, കൊണ്ടുപോയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമയും രോഹിത്തൊക്കെ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ ചോദിക്കുമ്പോൾ അവർ നിരാഹാര സമരത്തിലാണ്, വിഷ്ണു അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, കൊണ്ടുപോകാത്തതിൻ്റെ കെറുവാണെന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം പപ്പി അങ്ങോട്ട് കഴിക്കുക, ബീച്ചിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാം, നാളെ കൊണ്ടുപോകാം, ഇപ്പം അങ്ങോട്ട് കഴിച്ചേ, വാശിയൊന്നും പാടില്ല എന്ന് പറയുകയാണ്. അന്നേരം ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ കഴിക്കില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പിന്നെ ശ്യാമ പറയുന്നുണ്ട്, ഇതിപ്പോൾ വിഷ്ണുവേട്ടൻ ഇവിടെ താളത്തിനൊത്ത് തുള്ളുന്നതുകൊണ്ടാണ്, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ, വിഷ്ണു എല്ലാം സാധിച്ചു കൊടുക്കും, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തുള്ളുന്നതെന്നിങ്ങനെ പറയുകയാണ്. കുട്ടികളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഇതുങ്ങളെയൊക്കെ കഴിപ്പിച്ചല്ലേ ഒക്കെയുള്ളൂ. രോഹിത്തും പറയുന്നുണ്ട്, വിഷ്ണു അച്ഛൻ വന്നില്ല എന്ന് എഴുതി ഒരു വിധത്തിലാണ് ഇതുങ്ങളെ ഞാൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത്, അതിൻ്റെ പിണക്കം ഇപ്പോഴും ഉണ്ടെന്നൊക്കെ രോഹിത്തും പറയുകയാണ്. അന്നേരം ഇനിയിപ്പം വിഷ്ണു ആണെങ്കിൽ വന്നിട്ടുമില്ല എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഒരു ക്രിസ്മസ് സാന്താക്ലോസിൻ്റെ പിന്നെ ക്രിസ്മസ് പാപ്പയുടെ രൂപത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് മണി അടിക്കുകയാണ് അവിടെ. ഇതിപ്പോൾ ആരാ മണി അടിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഹാളിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ആരും ഇല്ലേന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ശബ്ദത്തിൽ കടുപ്പിച്ചാണ് ചോദിക്കുന്നത്. അന്നേരം ക്രിസ്മസ് പാപ്പ സാന്താക്ലോസ് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ട് സത്യയും പിന്നെ പപ്പിയും കൂടി വരുന്നുണ്ട്. അന്നേരം എല്ലാവരും വരൂ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മുട്ടായി നീട്ടുകയാണ്, സത്യയ്ക്കും പപ്പിക്കും കൊടുക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയും രാഘവൻ നായരും പിന്നെ ശ്യാമയും രോഹിത്തും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. അന്നേരം രോഹിത്തിൻ്റെ അടുത്തേക്ക് മുട്ടായും കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരം താടിക്കാരാ നിനക്ക് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് ഇങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം മോൾക്ക് വേണ്ടേന്നും പറഞ്ഞ് ശ്യാമയ്ക്ക് കൊടുക്കുന്നുണ്ട്, സത്യാമ്മയ്ക്ക് കൊടുക്കുക, എടുക്ക് സത്യാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സത്യാമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് അപ്പൂപ്പനും കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർ നോക്കുകയാണ്, ഇതിപ്പോൾ ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞു, ഇതിപ്പോൾ ഏത് സാന്താക്ലോസ്, ഇനിയിപ്പോൾ കൂട്ടം തെറ്റിയെങ്ങാനും വന്നതാണോ എന്നും പറഞ്ഞ് രാഘവൻ നായർ അവിടേക്ക് ഇരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുകയാണ്, ഇതേ നിങ്ങളെയൊക്കെ മണി അടിക്കാൻ വന്ന സാന്താക്ലോസ് ആണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു മുഖംമൂടി അങ്ങോട്ട് മാറ്റുകയാണ്. അന്നേരം ഹായ് അച്ഛൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുമേ ബലൂണൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം പപ്പി പറയുകയാണ്, അതെ സത്യം നമ്മൾ വിഷ്ണു അച്ഛനോട് പിണക്കമല്ലേ എന്ന്. അന്നേരം വിഷ്ണു പറയുകയാണ്, പിന്നെയും പിണക്കമാണ്, ഇതിപ്പോൾ എന്തിനാ, ഇത് കോംപ്രമൈസ് ആക്കാനില്ലേ ഞാൻ ഈ വേഷമൊക്കെ കെട്ടി വന്നതെന്ന്. അന്നേരം ഏത് വേഷം കെട്ടിയാലും ഞങ്ങളുടെ പിണക്കമൊന്നും മാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ ഞങ്ങൾ ബീച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ, വാക്ക് പാലിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അതെ അച്ഛനോട് ചോദിക്കുകയായിട്ട് വാക്ക് പാലിക്കാൻ ഇച്ചിരി മടിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങളെ എപ്പോൾ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്തും പറയുന്നുണ്ട്, വിഷ്ണു ബ്രോ വന്നില്ല, ബീച്ച് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് നിരാഹാരമാണ്, പിണക്കമാണ് എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കേട്ട പോലും ഇല്ല എന്നൊക്കെ ശ്യാമയും രോഹിത്തൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവസാനം വിഷ്ണു പറയുകയാണ്, ശരി അടുത്ത ദിവസം തന്നെ നമ്മൾ ബീച്ചിൽ പോയി നല്ലൊരു കുളി അങ്ങോട്ട് പാസ്സാക്കും, അതുപോലെ സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി എന്നും പറഞ്ഞ് വിഷ്ണു കൈയടിക്കുന്നുണ്ട്. വിഷ്ണുവിന് ആകപ്പാടെ ഒരു സന്തോഷം തന്നെയാണ്. അന്നേരം അപ്പോൾ പൊന്നി ഭക്ഷണം എടുത്തു വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മൾ ഈ ഹാളിൽ ഇങ്ങനെ വരിവരിയായിട്ട് കിടക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഇവിടെയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുമെന്ന് പറയുന്നുണ്ട്. അന്ന് സത്യാമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് കട്ടിൽ കിടന്നാലേ ഉറക്കം വരുമെന്ന്. അന്നേരം എന്താ അമ്മ ഇത്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, പണ്ട് പ്രീതിയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കിടക്കാറില്ല, എന്തോ ഒരു കഥകളാണ് പറയുന്നതെന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്കങ്ങ് സന്തോഷമാകുന്നുണ്ട്. അന്നേരം രാഘവൻ പറയുന്നുണ്ട്, കിടക്കാം ഭാമയെ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുതെന്ന് പറയുമ്പോൾ ശരിയെന്ന് ഭാമ സമ്മതിക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് പറയുകയാണെങ്കിൽ നമ്മൾ റെഡിയെന്ന് ശ്യാമയെ നോക്കി പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും വന്നേ ഭക്ഷണം കഴിക്കാമെന്ന് ഒരിക്കുകയാണ്. അന്നേരം ശാലിനി ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. രാഘവൻ നായരും വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി പറയുകയാണ്, ഇത് കിറുക്ക് തന്നെ, അസല് കിറുക്ക് എന്ന് പറയുമ്പം ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണോ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ, ഇതല്ലാതെ വേറൊന്നും കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായരും വിഷ്ണുവും ശാലിനിയും വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. പക്ഷേ വിഷ്ണു പെട്ടെന്ന് മുഖം കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വന്നേ ജിങ്കിൾ ബാങ്ക് പാട്ടൊക്കെ പാടിക്കൊണ്ട് എല്ലാ കൊച്ചുങ്ങളെയും വിളിച്ചുകൊണ്ടങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അന്നേരവും ശാലിനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, വിഷ്ണുവിൻ്റെ ഓരോ പ്രവർത്തികളും കാണിച്ചു കൂട്ടുന്നതും എല്ലാം ഒരു വെപ്രാളപ്പെട്ട് ചെയ്തു തീർക്കുന്ന പോലെയുള്ള എല്ലാം ശാലിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു ആണെങ്കിൽ റൂമിലേക്ക് ചെന്നിട്ട് ആ വടിയങ്ങ് കട്ടിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് സാന്താക്ലോസിൻ്റെ മുഖം മൂടി മാറ്റാതെ കണ്ണാടിയിലേക്ക് കുറേ നേരം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം മുഖം മൂടി അങ്ങ് മാറ്റുമ്പോൾ വിഷ്ണുവിൻ്റെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകി ആകെ കരഞ്ഞ് വിഷ്ണു ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ചിരി വരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ആ ഉള്ളിലെ സങ്കടം പിന്നെ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുന്നില്ല. വിഷ്ണു അങ്ങ് പൊട്ടി കരയുകയാണ്. പിന്നീട് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. കൂടെ കണ്ണാടിയിലേക്ക് നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വിഷ്ണുവിനെ കൊണ്ട് പറ്റുന്നില്ല. വിഷ്ണു അങ്ങ് ഉള്ളിൽ നന്നായിട്ട് വിഷ്ണു അങ്ങ് കരയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി തന്നെയാണ്. അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിലെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ രാത്രി ഫോണും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ശിവൻ വരുന്നുണ്ട്, ബുള്ളറ്റിൽ വരുന്നുണ്ട്. അന്നേരം രാത്രി എന്താടി ഫോണും കൊണ്ട് വെളിയിൽ ചുറ്റിക്കറക്കുമ്പോൾ ചോദിക്കും, ഒന്നുമില്ല ഏട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് ചന്ദ്രയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് വന്നിട്ട് ഇതും കൊണ്ടാണ് വന്നിരിക്കുകയാണല്ലേ, നമുക്കിതേ ഉള്ളൂ. അന്നേരം അത് നിനക്ക് വേണ്ടി വാങ്ങിച്ചു തന്നില്ല, കാപ്പി കൂടി കഴിഞ്ഞപ്പോൾ 5 രൂപ ചില്ലറ ഇല്ലാഞ്ഞപ്പോൾ തന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നമുക്ക് 5 രൂപയുടെ വിലയല്ലേ ഉള്ളൂ, എന്നാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഞാനേ കാണുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ ശ്രദ്ധിക്കുകയാണ്, എന്താടി ഇവിടെ നടന്ന, എന്താ അവിടുത്തെ സംഭവം എന്നിങ്ങനെ ശിവൻ ചോദിക്കുന്നു. ചന്ദ്ര ഇങ്ങനെ പറയാനായിട്ടും വരുന്നു. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ യോഹന്നാൻ വന്നതും മനസ്സമ്മതം നടത്താൻ ഉറപ്പിച്ചു എന്നുള്ളതൊക്കെ ചന്ദ്രയാണെങ്കിൽ ശിവനോട് പറയും. അപ്പോൾ ആ മഹേന്ദ്രൻ അനുകൂലമാണ് എന്നുള്ളതും കൂടി ശിവന് മനസ്സിലാകുമ്പോൾ ശിവൻ പോയി ഡേയ്സിയെ വിളിച്ചിറക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടുകയാണ്. അതറിഞ്ഞുകൊണ്ട് യോഹന്നാനും ആൻ്റണിയൊക്കെ ഡേവിസും ഒക്കെ ഒരു വരവൊക്കെ ഉണ്ട്. പക്ഷേ മഹേന്ദ്രനാണെങ്കിൽ ചന്ദ്രയല്ല ഡേയ്സിയെ മരുമകളായിട്ട് സ്വീകരിക്കും. അപ്പോൾ അവിടെ യോഹന്നാൻ പരാജയപ്പെടുകയാണ്. പിന്നെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.